ഇന്നത്തെ ക്ലാസ്സിൽ വൃത്തങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. PSCക്ക് സ്ഥിരമായി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട് ഈ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം മക്കളെ. അപ്പം സർക്കിൾ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു വൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? വൃത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് വൃത്തം. ഇതിപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, നിങ്ങൾ പറയും. പക്ഷേ ഈ വൃത്തത്തിനൊരു കേന്ദ്രമുണ്ട് മക്കളെ. ഇതാണ് കേന്ദ്രം. അപ്പം ഒരു കേന്ദ്രത്തിന് ചുറ്റുമുള്ള അല്ലെങ്കിൽ ഒരു കേന്ദ്രത്തിന് തുല്യ അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ബിന്ദുക്കളുടെ കൂട്ടം, അതായത് ഈ കേന്ദ്രത്തിൽ നിന്ന് ഈ ബിന്ദുവിലേക്കുള്ള ദൂരവും ഈ ബിന്ദുവിലേക്കുള്ള ദൂരവും ഈ ബിന്ദുവിലേക്കുള്ള ദൂരവും ഈ ബിന്ദുവിലേക്കുള്ള ദൂരവും എല്ലാ ബിന്ദുവിലേക്കുമുള്ള ദൂരം തുല്യമായിരിക്കും. അതുകൊണ്ട് തന്നെ ഇതിന് വശങ്ങളില്ല. ഇപ്പോൾ വശങ്ങളില്ലാത്ത ദ്വിമാന രൂപമാണ് വൃത്തങ്ങൾ. ഇനി ഞാൻ പറഞ്ഞില്ലേ, കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ഔട്ടർ ബിന്ദു അല്ലെങ്കിൽ പുറത്തുള്ള ബിന്ദുവിലേക്കുള്ള ദൂരം, ഈ ദൂരം, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റേഡിയസ് അല്ലെങ്കിൽ ആരം. മലയാളത്തിൽ ആരം എന്ന് വിളിക്കും. ഇനി കേന്ദ്രത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു വര രണ്ട് ബിന്ദുക്കളെയും ബന്ധിപ്പിക്കുന്നു. ഇങ്ങനെ പോകുന്നു. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം. അപ്പോൾ ഈ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ റേഡിയസിൻ്റെ ഇരട്ടിയായിരിക്കും, അല്ലെങ്കിൽ ആരത്തിൻ്റെ ഇരട്ടിയായിരിക്കും വ്യാസം. കാരണം നോക്കിക്കേ, ഈ നടുക്കുന്ന് ഇങ്ങോട്ടുള്ള ഒരു പീസ് അതേപോലെ തന്നെ ഇങ്ങോട്ടും വെക്കാം. അപ്പം രണ്ട് ആരം ചേർന്നാലാണ് ഒരു വ്യാസം ഉണ്ടാവുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ വളരെ ബേസിക് ആയിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇനി ഈ സാധനത്തിൻ്റെ ചുറ്റളവ് എങ്ങനെ കണ്ടു? അതായത് ഇവിടുന്ന് ഇങ്ങനെ വരച്ച് ഇങ്ങനെ വരണം. ചുറ്റളവ്, ചുറ്റുമുള്ള അളവ് ചുറ്റളവ്. ഒരു വൃത്തത്തിന് ചുറ്റും ഒരു നൂല് പിടിച്ച് വെക്കണമെങ്കിൽ ആ നൂലിൻ്റെ നീളം, അതാണ് ചുറ്റളവ്. നമ്മൾ പെരിമീറ്റർ എന്ന് പറയത്തില്ല, വശങ്ങളില്ലാത്തത് കൊണ്ട് നമ്മൾ സർക്കംഫറൻസ് എന്നാണ് പറയുക. സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ്. അപ്പോൾ ഒരു സർക്കിളിൻ്റെ ചുറ്റളവ്, ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr ആണ്. 2πr ചുറ്റളവ് അല്ലെങ്കിൽ സർക്കംഫറൻസ്. ഇനി ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? πr². അല്ലേ? ഇനി പൈയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചാൽ അപ്രോക്സിമേറ്റ്ലി 3.14. പക്ഷേ നമ്മുടെ കാൽക്കുലേഷനൊക്കെ എളുപ്പം π = 22/7 എന്ന് എടുത്താൽ മതിയാവും. മിക്കവാറും ചോദ്യങ്ങളിൽ ഈ റേഡിയസ് എന്ന് പറയുന്നത് 7ന്റെ മൾട്ടിപ്പിളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതിനെ π കൊണ്ട് കട്ട് ചെയ്ത് കളയാനായിട്ട് പറ്റും. ബിക്കോസ് 22/7 എന്ന് എടുക്കുമ്പോൾ 7 കൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ 2πr-ഉം ഏരിയ എന്ന് പറഞ്ഞാൽ πr². വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണിത്. ഒരുപാട് അഡ്വാൻസ് ലെവലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ പറയുന്നില്ല. സോ ഇതൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ എന്നാൽ നിങ്ങൾക്ക് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന ഓൾമോസ്റ്റ് എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. ആ രീതിയിലാണ് നമ്മൾ ക്ലാസ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെയാണ്. എന്താണ് റേഡിയസ് എന്ന് പറഞ്ഞു, ആരം എന്താണെന്ന് പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് വൃത്തത്തിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും ഒരു ബിന്ദുവിലേക്കുള്ള ദൂരമാണ് ആരം അല്ലെങ്കിൽ റേഡിയസ് എന്ന് പറയുന്നത്. വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന രണ്ട് ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വര എന്ന് പറയുമ്പോൾ അത് വിപരീത ദിശയിലുള്ളതായിരിക്കും. അപ്പോൾ അല്ലാതെ ഇതിങ്ങനെ പോയിട്ട് ഇങ്ങനെ അതിൻ്റെ ഡയമീറ്റർ ആയിട്ട് പറയത്തില്ല. സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം, അതായത് 180 ഡിഗ്രി ആയിരിക്കണം. ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. കേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന നേർരേഖ. അത് വൃത്തത്തിൻ്റെ രണ്ട് ബിന്ദുക്കളെ ടച്ച് ചെയ്യുന്ന ആ പോയിന്റിനെയാണ് അല്ലെങ്കിൽ ആ ദൂരങ്ങളാണ് നമ്മൾ എന്ത് പറയുക? ഡയമീറ്റർ എന്ന് പറയുക. അപ്പോൾ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് ആരത്തിൻ്റെ ഇരട്ടിയാണ്. സോ ഡയമീറ്റർ = 2r, d = 2r എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനി നമുക്ക് ചില ചോദ്യങ്ങളിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം എന്ത് എന്നാണ് കേട്ടോ. എന്ത്? വൃത്തത്തിൻ്റെ വിസ്തീർണം എന്ത്? അപ്പം റേഡിയസ് നമുക്കറിയാം 7 സെൻറ്റിമീറ്റർ ആണ്. വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താണ്? πr² ആണ്. ചുറ്റളവല്ലല്ലോ, വിസ്തീർണമല്ലോ ചോദിച്ചിരിക്കുന്നത്. അതെ. സോ 22/7 × 7 × 7 അല്ലേ? അപ്പോൾ ഈ 7 അങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. 7 × 2 14, 4 ശിഷ്ടം 1.
7 × 2 14 1 15 154 സെൻറ്റിമീറ്റർ സ്ക്വയർ 154 സെൻറ്റിമീറ്റർ സ്ക്വയർ ശരിയാണോ? യെസ്. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 7 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തത്തിൻ്റെ പരിധി എന്ത്? പരിധി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഈ പരിധി? പരിധി എന്ന് പറഞ്ഞാൽ ചുറ്റളവാണ്. പരിധി എന്ന് പറയുമ്പോൾ ഒരു വൃത്തം നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ആ വൃത്തത്തിൻ്റെ ചുറ്റളവിനെയാണ് നമ്മൾ എന്ത് പറയുക? പരിധി എന്ന് പറയുക. അപ്പോൾ പരിധി എന്താണെന്ന് ചോദിച്ചാലും പെരിമീറ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം റേഡിയസ് എത്രയാണ്? 7 സെൻറ്റിമീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുമ്പോൾ 2πr 2 ഇൻറ്റു പൈ എന്ന് പറഞ്ഞാൽ നമുക്ക് 22/7 എന്ന് എടുക്കാം. r 7 അല്ലേ? അപ്പോൾ അതാ ഈ 7 അങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. 2 × 22 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും മക്കളെ? 44. അടുത്ത ചോദ്യം നോക്കാം. ഒരു വൃത്തത്തിൻ്റെ ആരം ഇരട്ടിയായാൽ വിസ്തീർണം എത്ര ഇരട്ടിയാകും? സോ ആരം ഇരട്ടിയായാൽ വിസ്തീർണം എത്ര ഇരട്ടിയാകും എന്നാണ് ചോദ്യം. അപ്പം ആരം നോർമൽ റേഡിയസ്, ആരം എന്ന് പറഞ്ഞാൽ റേഡിയസ് ആണല്ലോ, നോർമൽ റേഡിയസ് വെച്ച് നമ്മൾ വിസ്തീർണം കണ്ടുപിടിച്ചാൽ πr². ഓക്കെ, ഇപ്പം ഞാൻ എന്താക്കുന്നു? ആരം ഇരട്ടിയാക്കുന്നു. സോ പൈ ഇൻറ്റു റേഡിയസ് എന്നുള്ളത് ഇരട്ടിയാക്കുന്നു 2r² അല്ലേ? അപ്പോൾ റേഡിയസ് ഇരട്ടിയായി 2r² ആണ്. ഓക്കെ, അപ്പോൾ ഇത് πr² തന്നെ. ഇവിടെ പൈ ഇൻറ്റു 2r² എന്ന് പറയുമ്പോൾ 2ൻ്റെ സ്ക്വയർ 4, r-ൻ്റെ സ്ക്വയർ എത്രയാണ്? r² തന്നെ. അപ്പോൾ πr² ഇവിടെ കിട്ടുന്നു. ഇവിടെ എത്ര കിട്ടുന്നു? 4πr² കിട്ടുന്നു. അപ്പോൾ πr²ൻ്റെ 4 മടങ്ങാണ് എനിക്ക് കിട്ടിയത്. അപ്പം റേഡിയസ് ഞാൻ ഇരട്ടിയാക്കിയാൽ എൻ്റെ ഏരിയ 4 ടൈംസ് കൂടും. സോ ആൻസർ എത്രയാണ്? 4 ടൈംസ് അല്ലെങ്കിൽ 4 ഇരട്ടി. സോ ഒരു വൃത്തത്തിൻ്റെ ആരം ഇരട്ടിയാക്കിയാൽ വിസ്തീർണം എത്ര ഇരട്ടിയാകും എന്ന് ചോദിച്ചാൽ 4 മടങ്ങ്. സോ ഉത്തരം എത്രയാണ്? 4 മടങ്ങ്. അടുത്ത ചോദ്യം നോക്കാം. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ത്? മക്കളെ, ഇതാണ് 10 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം. ഇതിനകത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്തെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. 2r² എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. സോ 2 × 10², 2 × 100 എത്ര കിട്ടും? 200 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ഈ 6 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ അളവ് എന്തെന്ന് ചോദിച്ചാൽ വരച്ചു നോക്കുകയൊന്നും വേണ്ട. 2r² എന്ന ഷോർട്ട് കട്ട് ഉപയോഗിച്ചാൽ മതി. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോവാം. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 14 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം. ഈ അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം, അർദ്ധവൃത്തം. അപ്പം ഇത് റേഡിയസ് ആയിരിക്കും, ഇത് ഡയമീറ്റർ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ പെരിമീറ്റർ, നമ്മൾ പെരിമീറ്റർ എന്ന് പറയുന്നില്ല, സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് എത്രയാണെന്ന് ചോദിച്ചാൽ πr + d ആയിരിക്കും. ഏരിയയോ? ഏരിയ എന്തായിരിക്കും? വൃത്തത്തിൻ്റെ പകുതി, πr²/2. അപ്പോൾ നമുക്ക് ഈ ചോദ്യം എന്താണ്? 14 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം എത്ര? 14 സെൻറ്റിമീറ്റർ ആരമുള്ള അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുമ്പോൾ πr²/2. അപ്പോൾ ഇവിടെ പൈ എന്ന് പറയുമ്പോൾ 22/7 ഇൻറ്റു 14 × 14 / 2. 7 × 2 14. സോ ഇതങ്ങ് കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് 22 × 14 22 × 14 എന്ന് ആൻസർ കിട്ടും. എത്രയാണ്? 308 എന്ന് കിട്ടുന്നു. 308 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ അർദ്ധവൃത്തത്തിൻ്റെ വിസ്തീർണം എന്താണെന്ന് ചോദിച്ചാൽ πr²/2. അർദ്ധവൃത്തത്തിൻ്റെ സർക്കംഫറൻസ് എത്രയാണെന്ന് ചോദിച്ചാൽ πr + d. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ വിസ്തീർണം എന്ത്? അപ്പം വളരെ എളുപ്പമാണ്. നേരത്തെ നമ്മൾ സർക്കിളിനകത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന സമചതുരത്തിൻ്റെ വിസ്തീർണം 2r² ആണെന്ന് പറഞ്ഞു. ഇവിടെ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പമാണ്. 6 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു അർദ്ധവൃത്തത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ത്രികോണത്തിൻ്റെ അളവ് എന്താണെന്ന് ചോദിച്ചാൽ r² ആയിരിക്കും. വേറെ ഒന്നുമില്ല, r² ആയിരിക്കും. അപ്പം 7 എന്നല്ലേ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സോ 7ൻ്റെ സ്ക്വയർ എത്ര ആയിരിക്കും മക്കളെ? 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. സോ ആൻസർ ഇസ് 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം.
ശരിയാണോ? എസ് 49 സെൻറ്റിമീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 7 മീറ്റർ ആരമുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റും കമ്പിവേലി നിർമ്മിക്കാൻ മീറ്ററിന് 250 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും? 7 മീറ്റർ ആരമുള്ള അർദ്ധവൃത്താകൃതിയിലുള്ള ഒരു ഫുട്ബോൾ ഗ്രൗണ്ട്. എന്താണ് ഇവന്മാരിവിടെ കളിക്കാൻ പോകുന്നത്? ഓട്ടെ, ഈ അർദ്ധവൃത്താകൃതിയിലുള്ള ഫുട്ബോൾ ഗ്രൗണ്ട്. അപ്പോൾ അർദ്ധവൃത്താകൃതിയിലുള്ള ഈ ഫുട്ബോൾ ഗ്രൗണ്ടിന് ചുറ്റും കമ്പിവേലി നിർമ്മിക്കണം. റേഡിയസ് 7 അല്ലേ? കമ്പിവേലി നിർമ്മിക്കാൻ മീറ്ററിന് 250 രൂപ നിരക്കിൽ എത്ര രൂപ ചിലവാകും? അപ്പോൾ നമുക്ക് ചുറ്റും കമ്പിവേലി നിർമ്മിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഏരിയ അല്ല, സർക്കംഫറൻസ് ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? πr + d ആണ് അല്ലേ? അപ്പോൾ 22/7 × 7 + d അല്ലേ? അപ്പോൾ ഇതങ്ങ് കട്ട് ചെയ്ത് പോകുന്നു. സോ ഇവിടെ ഡി എന്ന് പറയുമ്പോൾ എത്രയാണ്? റേഡിയസ് 7 അപ്പോൾ ഡി എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 14 ആയിരിക്കും. കാരണം ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം. നമുക്കിവിടെ വ്യാസമാണ്, ഡയമീറ്റർ ആണ് വേണ്ടത്. അപ്പോൾ 22 + 14 എന്ന് പറയുമ്പോൾ എത്ര ആയിരിക്കും? 36 അല്ലേ? 22 + 14 എത്ര കിട്ടും? 36 സെൻറ്റിമീറ്റർ ആയിരിക്കും ഇതിൻ്റെ, സെൻറ്റിമീറ്റർ അല്ലല്ലോ, മീറ്റർ. 36 മീറ്റർ ആയിരിക്കും ഇതിൻ്റെ എന്തെന്ന് പറയുന്നത് ചുറ്റളവ്. ഈ 36 മീറ്റർ സ്ഥലത്തേക്ക് മീറ്ററിന് 250 രൂപ നിരക്കിൽ നമുക്ക് എന്ത് ചെയ്യണം? വേലി കെട്ടണം, കമ്പി വേലി കെട്ടണം. അപ്പോൾ എത്ര രൂപ ചിലവാകും? സോ ടോട്ടൽ കോസ്റ്റ് എത്ര ആയിരിക്കും? ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു 36 മീറ്റർ ഇൻറ്റു 1 മീറ്ററിന് 250. സോ 36 × 250 എത്ര കിട്ടും? 9000 രൂപയെന്ന് കിട്ടും. 9000 രൂപ. സോ ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? 9000 രൂപ. 9000 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നൊന്നും എഴുതി വെക്കരുത്. ഇത് പിന്നെ ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു കുഴപ്പമില്ല. നമ്മൾ അല്ലാത്ത സ്കൂളിലൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇത്ര എഴുതി വെച്ചിട്ട് അവസാനം എഴുതി വെക്കും സെൻറ്റിമീറ്റർ സ്ക്വയർ ഒന്നും. അതുപോലെ രൂപയാണ് വേണ്ടത്. സോ ആൻസർ എത്രയാണ്? 9000 രൂപ. 9000 രൂപ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ വൃത്തങ്ങളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇതേ ഐഡിയ വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ധാരാളം ചോദ്യങ്ങളുണ്ട്. സോ ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. നമ്മുടെ ആപ്ലിക്കേഷനിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്. ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ചെയ്താലും തീരാത്തതുപോലെയുള്ള ധാരാളം എക്സാമുകൾ നമ്മുടെ ആപ്ലിക്കേഷനിൽ ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പ് കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് ഫ്രീ ആണ്. ഏതെങ്കിലുമൊക്കെ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമേ പെയ്ഡ് കോഴ്സ് അങ്ങനെയുള്ളതുള്ളൂ. അല്ലാതെയുള്ള എക്സാമുകളെല്ലാം എല്ലാവർക്കും ഫ്രീ ആണ്. സൗജന്യമായിട്ട് ഈ പരീക്ഷകളെല്ലാം തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അത് നിങ്ങളുടെ എക്സാമിലേക്ക് പോകുമ്പോൾ അതിൻ്റെയൊക്കെ പ്രയോജനം തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ മക്കളെ, ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം.